ഈ അടുത്തിറങ്ങിയ 5 സിനിമകളുടെ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ. ഈ 5 സിനിമകളുടെയും സെപ്പറേറ്റ് ആയിട്ട് വിശദമായ റിവ്യൂ വീഡിയോകൾ ചെയ്ത് ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ 5 സിനിമകൾക്കും ഉള്ള സ്ഥാനങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിലാണ് കേട്ടോ. ഒന്നാമത്തെ സിനിമ മദ്രാസ്കാരൻ. ഈ സിനിമയിൽ ഷെയ്ൻ നിഗത്തിൻ്റെ തമിഴിലേക്കുള്ള അരങ്ങേറ്റ സിനിമയാണ്. അപ്പോൾ ഷെയ്ൻ നിഗം ഇതിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കലയരസൻ മറ്റൊരു ഹീറോയാണ്, വില്ലനുമാണ് ഈ സിനിമയിൽ. കക്ഷി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കരുണാസ്, പാണ്ഡ്യരാജൻ, ഗീത കൈലാസം, അതുപോലെ മറ്റ് വില്ലന്മാർ, അങ്ങനെ എല്ലാ താരങ്ങളും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ ഇൻ്റർവെല്ല് വരെ പ്രേക്ഷകർക്ക് ഒരു ത്രില്ലിങ്ങും അതേപോലെ ഒരു പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം ഈ സിനിമയുടെ കഥ ഇത് എഴുതിയിരിക്കുന്നത് വാലി മോഹൻദാസ് ആണ്. കക്ഷിയാണ് ഈ സിനിമയ്ക്ക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാലി മോഹൻദാസ് നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും കഥയിൽ പുള്ളി അങ്ങനെ കുളമാക്കി കളഞ്ഞു. ഒരു തല്ലിപ്പൊളി കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇൻ്റർവെല്ലിന് ശേഷം കഥ ഒരു തുമ്പും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിൽ ഈ സിനിമയുടെ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹീറോയ്ക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ സിനിമയിൽ ഹീറോയ്ക്ക് ആദ്യം തന്നെ ഒരു ലക്ഷ്യം കാണിക്കുന്നുണ്ട്. ആ ലക്ഷ്യം എന്താകുന്നു എന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഹീറോയും വില്ലനും അവസാനമായപ്പോഴേക്കും രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. സിനിമ അങ്ങനെ അവസാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തന്നെ നിരാശയാണ് ഈ സിനിമയിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ ത്രില്ലിങ്ങും ആ ഇൻ്റർവെല്ലിന് ശേഷം ലഭിക്കുന്നില്ല. ഇൻ്റർവെല്ലിന് ശേഷം വീണ്ടും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് സിനിമയെ തിരിച്ചു കൊണ്ടുപോയിട്ട് അവസാനം ആകെ കൂടി നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കാതെ ഈ സിനിമയിൽ നീതിയോടെ പ്രവർത്തിക്കുന്നവരൊക്കെ ജയിലിൽ കിടക്കുകയും അനീതി പ്രവർത്തിക്കുന്നവരൊക്കെ പുറത്ത് വിലസുകയും ചെയ്യുന്ന രീതിയിൽ ആകെ കുളമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 5 സിനിമകളിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ മദ്രാസ്കാരൻ സിനിമയ്ക്ക് 5ാം സ്ഥാനം. ഇനി അടുത്ത സിനിമ ഗെയിം ചേഞ്ചർ. ശങ്കറിൻ്റെ ഇന്ത്യൻ 2വിന് ശേഷം നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ച് കാത്തിരുന്ന സിനിമയാണിത്. അപ്പോൾ ഈ സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഒരു 20 കൊല്ലം മുമ്പാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാവർക്കും ത്രില്ലിങ്ങോടെ കാണാൻ പറ്റിയേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ സിനിമയിൽ കാണിക്കുന്ന എഡിറ്റിങ്, VFX കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ ഈ സിനിമയിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ആദ്യം മുതൽ അവസാനം വരെ പാട്ടുകളിലാകട്ടെ അതേപോലെ സീൻ ബൈ സീൻ ഒരുപാട് VFX ഗ്രാഫിക്സ് ഒക്കെ ശങ്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു നല്ല വിഷയം തന്നെയാണ്. പല സീനുകൾക്കും ചില സീനുകളിൽ ചിലവരെയൊക്കെ ട്രാൻസ്ഫർ സ്ഥലം മാറ്റണം എന്നുള്ളതിന് അവർ കസേരയോടെ ആകാശത്തേക്ക് പൊന്തിപ്പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. അവർ അതുകൊണ്ട് തന്നെ സമയം അവിടെ ചുരുക്കി തരുന്നുണ്ട് നമുക്ക്. അല്ലെങ്കിൽ ഒരാളെ കത്തിലൊക്കെ എഴുതി അയാളെ ട്രാൻസ്ഫർ ആക്കി എന്നൊക്കെ പറയുന്നതിന് പകരം ഒരാൾ അങ്ങനെ പറന്നു പോയിട്ട് വേറൊരു സ്ഥലത്തെ ഒരു ഓഫീസിൽ പോയിട്ട് അങ്ങനെ കുത്തിയിരിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ സിനിമ മുതൽവൻ എന്ന ഒരു നാൾ മുതൽവൻ എന്ന രീതിയിൽ അർജുൻ അഭിനയിച്ച ശങ്കറിൻ്റെ തന്നെ ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ പോലത്തെ തന്നെ ഒരു രീതിയിലുള്ള മറ്റൊരു കഥയാണ്. അതുകൊണ്ട് ആ സിനിമയിൽ കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും നമുക്ക് കണ്ട പോലത്തെ ഒരു ആവർത്തന വിരസതയാണ് ഈ സിനിമയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഇൻ്റർവെല്ല് വരെ ഒരു ത്രില്ലിങ്ങും ഇല്ലാതെയാണ് മുന്നോട്ട് പോയതെങ്കിലും ഇൻ്റർവെല്ലിന് ശേഷം SJ സൂര്യ അങ്ങോട്ട് റൈസ് ആവുകയാണ്, അങ്ങോട്ട് ഉദിച്ചങ്ങോട്ട് വരികയാണ്. നന്നായിട്ട് തന്നെ SJ സൂര്യ ഇതിൽ നല്ല ത്രില്ലിങ്ങോടെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ സുനിൽ എന്നൊരു ക്യാരക്ടർ ഈ സിനിമയിൽ അങ്ങനെ സൈഡിലൂടെ നടക്കുകയുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ ചിരി വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിലെ സെക്കൻഡ് ഹീറോയിനായ അഞ്ജലി നന്നായിട്ട് അവരുടെ ക്യാരക്ടർ നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഹീറോയുടെ കാര്യമൊക്കെ ഈ സിനിമയുടെ കഥയ്ക്കനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എന്തൊക്കെയായാലും ഈ സിനിമ മുഴുവനും ഒരു സാങ്കല്പിക സിനിമയാണ്.
സാങ്കല്പികം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ഒക്കെ സാങ്കല്പികമാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു റിയാലിറ്റി തോന്നണ്ടേ, അതില്ലാതെ ഫുള്ളും രാഷ്ട്രീയപരമായിട്ടുള്ള മുഴുവനും സാങ്കല്പികമാണ്. ഒന്നും തന്നെ ഇതേപോലെ സംഭവിക്കില്ല. മറ്റേ വോട്ടിംഗ് മെഷീനൊക്കെ അങ്ങനെ ഡ്രോണിലൂടെ ആകാശത്തേക്ക് പറന്നു പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിട്ടും വില്ലന്മാരിൽ നിന്ന് രക്ഷിച്ച് അങ്ങനെയൊക്കെ നടക്കുമെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാണുമ്പോൾ രസമുണ്ട്, പക്ഷെ സാങ്കല്പികമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും ആവർത്തന വിരസത കൊണ്ടും ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ 4ാം സ്ഥാനം. ഇനി അടുത്തതായിട്ട് ടൊവിനോ തോമസ് നായകനായിട്ട് അഭിനയിച്ച ഐഡന്റിറ്റി മൂവി. ഈ സിനിമയിലെ വില്ലനും അതേപോലെ ഹീറോയും 2 കഥാപാത്രങ്ങളും തന്നെ നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെല്ലിന് ശേഷം സിനിമ വളരെയധികം ചൂടുപിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ അവസാനം എയ്റോപ്ലെയിനിൽ വെച്ചിട്ട് നല്ല ത്രില്ലിങ് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള ത്രില്ലിങ് കിട്ടുന്നുണ്ട്. പിന്നെ എയ്റോപ്ലെയിനിൽ വെച്ചിട്ട് നല്ലൊരു ആക്ഷൻ രംഗമുണ്ട്. അത് വന്നിട്ട് വളരെ സ്പീഡിലുള്ളതാണ്. ഈ കരാട്ട കുൻഫു മോഡലിലുള്ള ഒരു ആക്ഷനാണ്. ഈ സിനിമയിൽ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ രംഗങ്ങൾ കൂടുതലില്ല, അവസാനമുള്ളതേ കാര്യമായിട്ടുള്ളൂ. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട്, അത് അത്ര പോരാ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ടൊവിനോ തോമസിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരു 2-3 ആക്ഷൻ രംഗങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇടയിൽ വെച്ച് എവിടെയെങ്കിലും ശ്രദ്ധിക്കാതെ വിട്ടുപോയാൽ ഇതിൻ്റെ കഥ മനസ്സിലാവില്ല. അതുപോലെ വളരെ സ്പീഡിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയിൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വില്ലൻ ആരാണെന്ന് മനസ്സിലാകാത്ത പ്രശ്നമൊക്കെ വരും, കഥ മനസ്സിലാകാത്ത പ്രശ്നമൊക്കെ വരും. അതൊന്ന് ഇവർക്കൊന്ന് ലഘൂകരിക്കാമായിരുന്നു. ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ 3ാം സ്ഥാനം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന സിനിമ രേഖാചിത്രമാണ്. ആസിഫ് അലി ഈ സിനിമയിൽ ഒരു കുറ്റാന്വേഷകനായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ അനശ്വര രാജനെ ഇതിലൊരു ഹീറോയിനായിട്ട് പറയാം. അവർ മുഴുനീള ഈ സിനിമ മുഴുവനും ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന റോളും അവർ കുഴപ്പമില്ലാതെ അവരൊരു ആകാംക്ഷ പിടിച്ച ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടറാണ് അവർ ചെയ്തിരിക്കുന്നത്, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മനോജ് കെ ജയൻ്റെ റോളും നന്നായി വന്നിട്ടുണ്ട്. മനോജ് കെ ജയന് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സൂപ്പറാണ്. അതേപോലെ ഈ സിനിമയുടെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് നല്ല ത്രില്ലിങ് തരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് അതിനേക്കാൾ അതുക്കും മേലെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞ സിനിമയിൽ പറഞ്ഞില്ലേ, അതേപോലെ ഒരു സംഭവം ഈ സിനിമയിൽ വരുന്നുണ്ട്, ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു പുതിയ വില്ലൻ വരുന്നുണ്ട്. വില്ലൻ്റെ അഭിനയമൊക്കെ ഗംഭീരമായിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനശ്വര രാജൻ്റെ ആ പോക്ക് പോയിട്ട് ഞാൻ അവസാനം കരുതിയത് അനശ്വരയ്ക്കാണ് അത്തരത്തിലുള്ള ഒരു ത്രില്ലിങ്ങിലുള്ള ഇത് വരിക എന്ന് വിചാരിച്ചു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു വില്ലൻ എൻ്ററായിട്ട് അവസാനം കുറച്ച് സമയമേ ഉള്ളൂ എങ്കിൽ ആൾ പൊളിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയിൽ എനിക്കൊരു കുറവായിട്ട് തോന്നിയത് ആസിഫ് അലി ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും ആക്ഷൻ രംഗങ്ങളൊന്നും പുള്ളിക്ക് എടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു 2-3 ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു. കാരണം ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്, വെറുതെ ഒരു തട്ടുമുട്ട് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ആക്ഷൻ രംഗങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിരാശ തന്നെയാണ് ഈ സിനിമ. പക്ഷേ ആസിഫ് അലി മറ്റെല്ലാ വേഷങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ഷൻ രംഗങ്ങൾ കാര്യമായിട്ട് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അതുകൂടി പൂർത്തീകരിക്കുമ്പോഴല്ലേ നമുക്കൊരു പൂർണ്ണത വരിക. അദ്ദേഹം തീരെ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. എന്തായാലും നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് രേഖാചിത്രം. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ 2ാം സ്ഥാനം. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് എന്ന് സ്വന്തം പുണ്യാളനാണ്. ഈ സിനിമ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഞാൻ ഇപ്പോൾ 4 സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയേ ഉള്ളൂല്ലോ. ഇതിന് ഞാൻ 1ാം സ്ഥാനം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സമൂഹത്തിന് നല്ലൊരു ഗുണപാഠം തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രധാനമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗുണപാഠം സ്നേഹമാണ്, കരുണയാണ്. പിന്നെ തനിക്കൊരു അപകടം വരുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള 3ാമത്തെ ആ ഒരു സഹായിക്കാനുള്ള മനസ്സ്, സന്മനസ്സ്, ഈ 3 കാര്യങ്ങൾക്ക് ഈ സിനിമയിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതേപോലെ തന്നെ വൈദികനാകാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതായത് സ്വന്തം താല്പര്യം ഇല്ലാതെ വൈദികനാകാൻ പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ
ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് പള്ളി, അതേപോലെ അച്ഛൻ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ പോകുന്നതെങ്കിലും ഇതിലൊരു ക്രൈം ത്രില്ലർ വിഷയമുണ്ട്. അത് വന്നിട്ട് ഒരു സാധാരണ ക്രൈം ത്രില്ലർ തന്നെയാണ്, അല്ലാതെ പള്ളിയും അച്ഛനുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ മാറ്റർ, മതപരമായ മാറ്റർ അല്ല. അതുകൊണ്ട് തന്നെ ആ ക്രൈം ത്രില്ലർ മൂവി എല്ലാവർക്കും തന്നെ ഈ സിനിമ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇതിൽ ബാലു വർഗീസ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ ക്യാരക്ടറിൽ പൊളിച്ചിട്ടുണ്ട്. അതായത് കരുണ, സ്നേഹം, അതേപോലെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന്, തനിക്ക് അപകടം വരുമെന്ന് അറിയാം, എന്തായാലും വരും, പക്ഷെ എന്നിട്ടും മറ്റുള്ളവരെ കൈവിടരുത് എന്നുള്ള ഒരു ചിന്ത, അതൊക്കെ നല്ല രീതിയിൽ തന്നെ ബാലു വർഗീസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരാളെന്ന് പറയുന്നത് അർജുൻ അശോകനാണ്. കക്ഷി ശരിക്കും പറഞ്ഞാൽ ഒരു മൈനസ് പോലെയാണ് വരുന്നത്. സിനിമയുടെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് എൻ്റർ ആകുന്നതെങ്കിലും, അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇങ്ങനെ ഒരു വേഷം ചെയ്ത് വളരെ താഴ്ന്നു പോയോ, ബാലു വർഗീസിനേക്കാളും താഴത്തെ റോളാണോ, അദ്ദേഹം ഒരു മെയിൻ നടനാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ സിനിമയിൽ പല ട്വിസ്റ്റുകൾ വന്നിട്ട് അർജുൻ അശോകൻ ഈ സിനിമയിൽ അങ്ങേയറ്റം അങ്ങോട്ട് റൈസ് ആവുകയാണ് അവസാനം ആവുമ്പോഴേക്കും. അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് അനശ്വര രാജനാണ്. അനശ്വര രാജൻ ഈ സിനിമയിൽ 2 മുഖങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കക്ഷി ആദ്യത്തെ മുഖം വളരെ പരിഭ്രമം പിടിച്ച ഒരു രീതിയിൽ പോയിട്ട് ഇതെന്താ ഇങ്ങനെ തന്നെ പോകുന്നത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ സിനിമയുടെ ഒരു 3/4 ഭാഗം എത്തുമ്പോഴേക്കും ആളും ഇതേപോലെ തന്നെ അങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞാൽ പൊളിച്ചിട്ടുണ്ട്. കക്ഷിക്ക് നല്ല ഒരു റോള് തന്നെയാണ്, 2 രീതിയിലുള്ള റോള് തന്നെയാണ് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. അനശ്വരയും ഈ സിനിമയിൽ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലും അഭിനയിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതൊക്കെ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ സമൂഹത്തിന് നല്ലൊരു ഗുണപാഠം നൽകുന്നത് കൊണ്ടും നല്ല ത്രില്ലിംഗ് ഉള്ളത് കൊണ്ടും നല്ല രീതിയിലുള്ളൊരു കഥ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനം. ഇതിൻ്റെ കഥ സൂപ്പറാണ്. പക്ഷേ ഈ സിനിമയിലൊരു കുറവ് ഞാൻ പറയാം. ഈ ആദ്യം മുതൽ ഇങ്ങനെ പോയിട്ട് ഒരേ വിഷയത്തിൽ തന്നെ ത്രില്ലടിച്ച് ഇതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നില്ലല്ലോ, ഇതിൽ നിന്ന് മോചനം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ലാഗ് നമുക്ക് ഇടയിൽ വെച്ച് ഫീൽ ആകുന്നുണ്ടെങ്കിലും, പക്ഷേ ആ ഒരു ലാഗിനെയൊക്കെ ആ ട്വിസ്റ്റിൻ്റെ മേലെ ട്വിസ്റ്റ് പെട്ടെന്ന് കൊടുത്തിട്ട് ഇവർ അങ്ങനെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സിനിമ യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഈ കഥ എഴുതിയ സാംജി ആൻ്റണി നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ കഥ എഴുതിയിരിക്കുന്നത്. ഈ കഥയ്ക്ക് യാതൊരു കുഴപ്പവും ഞാൻ കണ്ടിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ മനസ്സിൽ ഈ സിനിമയ്ക്ക് 1ാം സ്ഥാനം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ സ്ഥാനങ്ങൾ പറഞ്ഞാലും എന്ന് സ്വന്തം പുണ്യാളൻ, ഐഡൻറ്റിറ്റി, രേഖാചിത്രം, ഈ സിനിമകളൊക്കെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്രൈം ത്രില്ലർ മൂവികൾ തന്നെയാണ് കേട്ടോ. ഞാൻ അവയുടെ സ്വഭാവത്തിനനുസരിച്ചാണ് സ്ഥാനം പറഞ്ഞെന്നേ ഉള്ളൂ. 3ഉം തന്നെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ്. അതേപോലെ ഗെയിം ചേഞ്ചറും എസ്.ജെ. സൂര്യയുടെ ആ ഒരു അഭിനയം കൊണ്ടും മറ്റുള്ളവരുടെയൊക്കെ ആ പ്രകടനം കൊണ്ടും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നതെങ്കിലും അത് വെറും സാങ്കല്പികവും പിന്നെ എപ്പോഴും കണ്ട ആവർത്തന വിരസതയും ഒക്കെ ഉണ്ടായിപ്പോയി. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് കമൻറ്റിലൂടെ അറിയിക്കുക.